അമേരിക്ക ഫസ്റ്റ് എന്നാണ് ട്രംപിൻ്റെ മുദ്രാവാക്യം. ഇപ്പോൾ അത് മാറി ഇസ്രായേൽ ഫസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ അറിയാതെ പോയിരിക്കുന്നതും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തതുമായ ഒരു കാഷ്വാലിറ്റി സംഭവിച്ചിരിക്കുന്നത് ന്യൂയോർക്കിലാണ്. നമ്മോട് ഈ അമേരിക്കയും ഇസ്രായേലും പറഞ്ഞ കാര്യങ്ങൾക്കും കാരണങ്ങൾക്കും അപ്പുറം ചില കാര്യങ്ങളുള്ളതുകൊണ്ട് എന്ന് അവസാനിക്കും എന്ന് തീർച്ച പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇറാൻ ഭരണകൂടത്തിനെതിരെ അവിടെ ഒരു വിമത നീക്കം നടക്കുന്നുണ്ട്. ഈ വിമതന്മാരെ കൂട്ടുപിടിച്ചാണ് മൊസാദ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്തിയത് എന്ന് നമുക്ക് കരുതാനാകുമോ? രണ്ടാം ലോകയുദ്ധകാലത്ത് ഹിറ്റ്ലർ ഉള്ളതുപോലെ ചില ഭ്രാന്തന്മാർ അവതരിക്കും. ട്രംപിനെ ആ കൂട്ടത്തിൽപ്പെടുത്തേണ്ട ആളാണ്. അന്ന് നെതന്യാഹു നരേന്ദ്രമോദിയോട് ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. USS എബ്രഹാം ലിങ്കൺ ഒക്കെ അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും എണ്ണം നീക്കം തടസ്സപ്പെടും. ഇവർ ആണവ ശക്തിയാകാനുള്ള സാധ്യതയുണ്ട്. ആയാൽ വലിയ അപകടമാണ്. അത് പറയുന്നവരാണ്. ഹിറോഷിമയിലും നാഗസാക്കിയിലും ആണവ ബോംബിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയ രാജ്യമാണ്. നമ്മുടെ സർജിക്കൽ സ്ട്രൈക്ക് അല്ല, ഇസ്രായേലിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക്. അത് അങ്ങേയറ്റം പ്രിസൈസ് ആണ്. അവരെ തീരുമാനിച്ചാൽ ആ തീരുമാനം നടപ്പാക്കും. ക്രിസ്ത്യൻസിന് പോപ്പ് എന്ന പോലെയാണ് മുസ്ലിംസിന് ആത്മീയ നേതാവ് ഖമേനി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മരണം, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ മരണം, ചരിത്രം ഏത് രീതിയിലായിരിക്കും അമേരിക്കയ്ക്കും ഇസ്രായേലിനും മറുപടി കൊടുക്കുക? വാസ്തവത്തിൽ ഭീരുക്കളുടെ ഏറ്റുമുട്ടലാണ് ഇപ്പോഴത്തെ യുദ്ധം. ലീഗ് ഓഫ് നേഷൻസിന് സംഭവിച്ചതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് ഒരു അപജയത്തിലും അപമൃത്യുവിലും അല്ലെങ്കിൽ അപമൃത്യുവിൻ്റെ വക്കിൽ എത്തി നിൽക്കുകയാണ്. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ 5-ാം ദിവസത്തിന് മുകളിലെത്തിയിരിക്കുകയാണ്. യുദ്ധം അനന്തമായി നീളുമോ എന്നുള്ള ആകാംക്ഷയിലാണ് ലോകം. ഈ യുദ്ധത്തിനെക്കുറിച്ച് നമ്മൾ കേട്ടതും കണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറത്തേക്ക് പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായി രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സർ. നമസ്കാരം സർ. സർ, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് യുദ്ധം 4 ആഴ്ചയോളം നീളുമെന്നാണ്. പക്ഷേ ഇറാൻ്റെ പ്രത്യാക്രമണം ഒരുപക്ഷെ ഇസ്രായേലും അമേരിക്കയും പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് ശക്തമായൊരു പ്രത്യാക്രമണമാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഒരു സംഭവങ്ങൾ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു അവസാനം, ഒരു പര്യവസാനം എങ്ങനെയായിരിക്കുമെന്നാണ് സാറിൻ്റെ ഒരു ഒബ്സർവേഷനിൽ തോന്നുന്നത്? നമുക്ക് ഉറപ്പിച്ചു പറയാവുന്ന ഏക കാര്യം യുദ്ധം അവസാനിക്കും എന്നുള്ളത് മാത്രമാണ്. എന്ന് ചോദിച്ചാൽ ആർക്കും, ട്രംപിന് പോലും ഉറപ്പായി പറയാൻ കഴിയില്ല. കാരണം യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ഒക്കെ നിയന്ത്രണത്തിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോകും. ഇറാൻ കൂടി തീരുമാനിച്ചാലല്ലേ യുദ്ധം അവസാനിക്കുകയുള്ളൂ. അതെന്ന് എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം പറയാൻ കഴിയില്ല. യുദ്ധങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പലതരത്തിലുള്ള യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. മഹാഭാരത യുദ്ധം 18 ദിവസം നീണ്ടു നിന്നു. 1967 അറബ് ഇസ്രയേലി യുദ്ധം 6 ദിവസം കൊണ്ട് തീർന്നു. പക്ഷേ 2-ാം ലോകമഹായുദ്ധം 6 വർഷം എടുത്തു. വിയറ്റ്നാം യുദ്ധം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഇടപെടലുണ്ടായതിനു ശേഷം ഒരു 20 കൊല്ലം ആ യുദ്ധം അവിടെ നീണ്ടു നിന്നു. ഇപ്പോൾ റഷ്യയിൽ തന്നെ യുക്രൈൻ യുദ്ധം നമ്മളിപ്പോൾ അത് എന്ന് അവസാനിക്കുമെന്ന് ചോദ്യം പോലും ചോദിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഇപ്പോൾ ആരും സംസാരിക്കുന്ന പോലും ഇല്ലല്ലേ? അത് അവിടെ ഒരു സാധാരണ അവസ്ഥ എന്ന രീതിയിൽ നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ തുടങ്ങിയ യുദ്ധം, അതിന് പുറത്ത് നമ്മോട് ഈ അമേരിക്കയും ഇസ്രായേലും പറഞ്ഞ കാര്യങ്ങൾക്കും കാരണങ്ങൾക്കും അപ്പുറം ചില കാര്യങ്ങളുള്ളതുകൊണ്ട് എന്ന് അവസാനിക്കും എന്ന് തീർച്ച പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ വിദേശകാര്യ വിദഗ്ധരും യുദ്ധകാര്യ നിരീക്ഷകരും ഒക്കെ ഉള്ളത്. ഇപ്പോൾ ഈ യുദ്ധത്തെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ നമ്മൾ കേൾക്കുകയാണെങ്കിൽ എല്ലാവരും പ്രധാനമായിട്ട് പറയുന്നത് ഇസ്രായേലാണ് അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചിട്ടത് എന്നാണ് പറയുന്നത്. അമേരിക്ക എന്ന് പറയുന്നത് ഒരു ലോകത്തിലെ ഒരു വലിയൊരു ശക്തിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്കയെ വലിച്ചിട്ടതാണെങ്കിൽ അമേരിക്കയ്ക്ക് എന്താണ് ഇസ്രായേലിനോടൊരു വിധേയത്വം തോന്നാൻ? അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ശക്തമായ റീസൺസ് ഉണ്ടോ? അല്ല, അത് ചരിത്രപരമായ കാരണങ്ങളാണ്. അമേരിക്കയെ നിയന്ത്രിക്കുന്നത് വാസ്തവത്തിൽ ഇസ്രായേലാണ്. ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമാണെന്ന് നമുക്കറിയാം. അമേരിക്കയുടെ സൈനിക ശക്തിയൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ നിസ്സാരമായ ഒരവസ്ഥയിലാണ് ഇസ്രായേൽ നിൽക്കുന്നത്. പക്ഷെ ആ ഇസ്രായേലിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന രാജ്യമാണ് ഇപ്പോഴല്ല, വർഷങ്ങളായി അമേരിക്ക. അമേരിക്കയുടെ സാമ്പത്തിക ക്രമം, വാൾ സ്ട്രീറ്റ്, അത് ജൂതന്മാരുടെ നിയന്ത്രണത്തിലാണ്.
ന്യൂയോർക്ക് ടൈംസ് പത്രം ഉൾപ്പെടെയുള്ള നിരവധിയായ വലിയ പത്രങ്ങൾ, മാധ്യമസ്ഥാപനങ്ങൾ, അതൊക്കെ ജൂതന്മാരുടെ നിയന്ത്രണത്തിലാണ്. ജൂതരാഷ്ട്രം എന്നാണല്ലോ ഇസ്രായേൽ. അവർ ചെയ്യുന്നതിൻ്റെ ശരിതെറ്റുകൾക്കപ്പുറത്ത് നമുക്ക് തടുക്കാനും പ്രതിരോധിക്കാനും കഴിയാത്ത രീതിയിലുള്ള ചടുലമായ നീക്കങ്ങൾ നടത്തുന്നതിൽ ഇസ്രായേൽ വലിയ വൈദഗ്ധ്യം കാണിക്കുന്നുണ്ട്. അവരുടെ ഈ ചാരസംഘടനയിലെ മൊസാദ്, അമേരിക്കയുടെ CIA അല്ലെങ്കിൽ റഷ്യയുടെ KGB എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങും എത്തില്ല. അതുപോലെയാണ് അവരുടെ പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇറാനിൻ്റെ പരമോന്നത നേതാവ്, ഉന്നത സ്ഥാനീയരായ വ്യക്തികൾ, കുടുംബാംഗങ്ങൾ പോലും അവർ ഒരുമിച്ച് ഒരു മുറിയിൽ സമ്മേളിക്കുന്നത് എപ്പോഴാണെന്ന് അറിഞ്ഞതിന് ശേഷമാണല്ലോ മിസൈൽ അയക്കുന്നത്. ലക്ഷ്യവേദിയായ ആക്രമണം, വെറും കാടൻ ആക്രമണമല്ല. അപ്പോൾ അതുകൊണ്ട് ട്രംപ് വലിയ വീരവാദമൊക്കെ പറയുമെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹു ആണ് വാസ്തവത്തിൽ ഈ യുദ്ധം എപ്പോൾ അവസാനിക്കും എന്ന് നിശ്ചയിക്കേണ്ടത്. ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ, അതായത് ഇപ്പം ഖമേനിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കൊല ചെയ്യുന്നതിൽ മൊസാദിൻ്റെ പങ്ക്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ആഭ്യന്തര സംഘർഷം നടക്കുന്നുണ്ട്. ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിൽ ആഭ്യന്തര സംഘർഷം നടക്കുന്നുണ്ട്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദൗർബല്യം തന്നെയാണ്. അപ്പോൾ ഇറാൻ ഭരണകൂടത്തിനെതിരെ അവിടെ ഒരു വിമത നീക്കം നടക്കുന്നുണ്ട്. ഈ വിമതന്മാരെ കൂട്ടുപിടിച്ചാണ് മൊസാദ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്തിയത് എന്ന് നമുക്ക് കരുതാനാകുമോ? തീർച്ചയായും മൊസാദിൻ്റെ പ്രവർത്തന രീതി എന്നത് മറ്റ് രാജ്യങ്ങൾക്ക് അനുകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ളതാണ്. എവിടെയൊക്കെ അവരുടെ ആളുകളുണ്ടെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ മൊസാദിൻ്റെ കരുത്ത് ആദ്യമായി നമ്മൾ മനസ്സിലാക്കിയത് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജൂത നിഗ്രഹത്തിന്, കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ അഡോൾഫ് ഐക്മാൻ ഇധാനത്തിനെ രക്ഷപ്പെട്ടു, ഇസ്രായേലിന് കിട്ടിയില്ല. പക്ഷെ അവർ നിരന്തരം അന്വേഷിച്ച് അയാൾ അർജൻറ്റീനയിലുണ്ട് എന്ന് കണ്ടുപിടിച്ചു. അർജൻറ്റീനയിലുണ്ട് എന്ന് കണ്ടുപിടിക്കുക മാത്രമല്ല, അയാളുടെ രഹസ്യ ജീവിതത്തിനോടെ അയാൾ ബാങ്കിലേക്ക് പുറത്തിറങ്ങി. ആ ബാങ്കിലേക്ക് പോകുന്ന സമയം മുൻകൂട്ടി കണ്ട് ഇസ്രായേലി ഏജൻറ്റുമാർ അവിടെ എത്തി ഐക്മാനെ പിടികൂടി ജെറൂസലേമിൽ എത്തിച്ച് വളരെ വിഖ്യാതമായ ഐക്മാൻ ട്രയൽ സിനിമയൊക്കെ ആയിട്ടുണ്ട്. ആ വിചാരണ നടത്തി അയാളെ കൊന്നു. നമ്മളിപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെയുള്ള വാക്കുകൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ സർജിക്കൽ സ്ട്രൈക്ക് അല്ല, ഇസ്രായേലിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക്. അതങ്ങേറ്റം പ്രിസൈസ് ആണ്. അവരെ തീരുമാനിച്ചാൽ ആ തീരുമാനം നടപ്പാക്കും. ഞാൻ ഇസ്രായേലിനെ ന്യായീകരിച്ച് പറയുന്നതല്ല. പല കാര്യങ്ങളിലും നമുക്ക് ഇസ്രായേലിനോട് മതിപ്പുമുണ്ട് ഈ പ്രവർത്തന രീതി ഒക്കെ നോക്കുമ്പോൾ. പക്ഷെ അവിടെയും നെതന്യാഹു ഒരു പ്രശ്നത്തിലാണ്. വലിയ തോതിലുള്ള നിയമക്കുരുക്കുകളിൽ ഏർപ്പെട്ടിരിക്കുന്നു. സാധാരണാവസ്ഥയിൽ ഒരുപക്ഷെ അയാൾ മാസങ്ങൾക്ക് മുമ്പ് ജയിലിൽ പോകേണ്ടതാണ്. അന്താരാഷ്ട്ര കോടതി, ക്രിമിനൽ കോടതി അയാൾക്ക് അറസ്റ്റ് വാറണ്ട് അയച്ചിട്ടുണ്ട്. വലിയ പ്രതിഷേധവും എതിർപ്പും ഇസ്രായേലിൽ തന്നെ നെതന്യാഹുവിനെതിരെ ഉണ്ട്. ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോകുന്നു. അപ്പോൾ അത് തടയുന്നതിന് വേണ്ടിയാണ് ആദ്യം ഗാസ, ഇപ്പോൾ ഇറാൻ. നിനക്ക് പറഞ്ഞതുപോലെ ഈ പ്രതിഷേധം അമർച്ച ചെയ്യുന്നതിനും തെരഞ്ഞെടുപ്പിനെ വിജയകരമായി നേരിടുന്നതിനും. മാത്രമല്ല നെതന്യാഹുവിനെതിരെ ഒരുപാട് അഴിമതി ആരോപണങ്ങളും നിലനിൽക്കുന്നു. അതുകൊണ്ടാണല്ലോ അയാൾ ജയിലിൽ പോകേണ്ട ആളാണെന്ന് പറഞ്ഞത്. ഇസ്രായേലി കോടതി തന്നെ ജയിൽ ശിക്ഷ വിധിച്ചിട്ടുള്ളതാണ്. ഇപ്പം ഇസ്രായേലിൻ്റെ ഒരു കാര്യശേഷി നമ്മൾ വിലയിരുത്തുമ്പോൾ ഇസ്രായേലിന് അമേരിക്കയേക്കാൾ വലിയൊരു സാമ്പത്തിക ശക്തിയാവാനും സൈനിക ശക്തിയാവാനും ഉള്ളൊരു പ്രാപ്തി ഇസ്രായേലിനുണ്ട് എന്ന് നമുക്ക് കരുതാനാമോ? ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമാണ്. അതെ. അവരുടെ ചുറ്റും ശത്രു രാജ്യങ്ങളാൽ വലയം ചെയ്യപ്പെട്ട ഒരു ചെറിയ രാജ്യമാണ് ഇസ്രായേൽ. 2000 വർഷം നീണ്ടുനിന്ന വിപ്രവാസത്തിന് ശേഷം ബൈബിൾ കഥകളെയും പ്രവചനങ്ങളെയും ഒക്കെ സാധൂകരിച്ചുകൊണ്ട് ആ ജനത പലസ്തീനിൽ ഒത്തുകൂടി ഇസ്രായേൽ എന്ന പേരിൽ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിച്ചു. മതരാഷ്ട്രമാണ്. അന്ന് 1947-48 ആ ഏതാനും മാസങ്ങൾക്കിടയിൽ 2 രാഷ്ട്രങ്ങൾ മതത്തെ അടിസ്ഥാനമാക്കി രൂപീകൃതമായി. ഒന്ന് ഇന്ത്യയിൽ നിന്ന് വേറിട്ട് പാകിസ്ഥാൻ, 2 ഇസ്രായേൽ. ഞാനതിനെ അനുകൂലിക്കുന്ന ആളല്ല, അതിനതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് ഈ മതരാഷ്ട്രം എന്ന് പറയുമ്പോൾ. പക്ഷെ അത് സംഭവിച്ചു. പക്ഷെ അപ്പോൾ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരുന്നു ഇസ്രായേലിന്. 2000 വർഷത്തിന് ശേഷം അവർക്ക് സാധ്യമായ ആ സമാഗമം അത് നിലനിർത്തുക.
അതിലവർ ചെയ്തത് അവരുടെ ബുദ്ധി. ഞാനിപ്പോൾ ജൂതന്മാരെ പ്രശംസിച്ച് പറയുന്നതല്ല, പുകഴ്ത്തി പറയുന്നതല്ല, അവരുടെ അസാമാന്യമായ ബുദ്ധി തന്നെയാണ് അതവർ പ്രയോഗിച്ചു. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഈ അന്ന് ഇസ്രായേലിനെ കടലിൽ താഴ്ത്തും എന്നൊക്കെ പറഞ്ഞ അബ്ദുൽ ഗമാൽ നാസർ ഈജിപ്തിലെ, ആ ഈജിപ്റ്റ് അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളൊക്കെ ഇന്ന് അവർക്ക് ഇസ്രായേലിൻ്റെ സുഹൃത്തുക്കളിരുന്നു. അപ്പോഴാണ് ഒരു പുതിയ ശത്രു വന്നിരിക്കുന്നത്, അതാണ് ഇറാൻ. അത് രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തുക എന്ന ഉദ്ദേശം നെതന്യാഹുവിനുണ്ട്. ഇറാനിനും അത് തന്നെയാണ് പ്രശ്നം. ഇറാനിലും അതിശക്തമായ പ്രതിഷേധം ഈ ആയത്തുള്ള ഭരണത്തിനെതിരെയുണ്ട്. അപ്പോൾ അവിടെയും ആ പ്രശ്നമുണ്ട്. അമേരിക്കയിലും അവരുടെ സെനറ്റ്, കോൺഗ്രസ്, അമേരിക്കൻ കോൺഗ്രസിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. രണ്ട് വളരെ നിർണായകമാണ്. അവിടെ പ്രസിഡന്റിന്റെ കാലാവധി 4 വർഷമാണെങ്കിലും ഈ 2ാം വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ വളരെ നിർണായകമാണ്. അത് ട്രംപിനും പ്രശ്നമാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ കാണുന്നതിനപ്പുറത്തുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം ഉണ്ടാകും. അവയെ കൂടിയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇത് തുടരുമോ, നീണ്ടു നിൽക്കുമോ, പെട്ടെന്ന് അവസാനിക്കുമോ, ഈ കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെ പറയാൻ കഴിയാത്ത അവസ്ഥയിൽ നമുക്ക് വെറുതെ നമ്മൾ ആഗ്രഹം പ്രകടിപ്പിക്കാമെന്നല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. ഇപ്പം സാറ് തന്നെ പറഞ്ഞല്ലോ ജൂതന്മാരുടെ അസാമാന്യമായ ബുദ്ധിശക്തിയെക്കുറിച്ച്. പല രാഷ്ട്രീയ നിരീക്ഷകരും ജൂതന്മാരുടെ ഈ ബുദ്ധി കൂർമ്മതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് പല ജാതി മത വർഗ വിഭാഗങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ മനുഷ്യരെല്ലാം ഒറ്റക്കെട്ടാണെന്ന് നമ്മൾ പറയുമെങ്കിലും പല മതവിഭാഗങ്ങൾക്കും ജാതിക്കും വർഗത്തിനൊക്കെ ചില പ്രത്യേകതകൾ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ ജൂതന്മാരുടെ അസാമാന്യമായ ബുദ്ധിശക്തിക്ക് പിന്നിൽ സാറിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും നിരീക്ഷണങ്ങളുണ്ടോ? അല്ല, നമ്മൾ ആ വിഷയം ചർച്ച ചെയ്താൽ മറ്റ് ജനവിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങ് ബൈബിൾ പഴയ നിയമകാലം വരെ പോകേണ്ടി വരും. ജൂതന്മാരെ വിശേഷിപ്പിക്കുന്നത് തന്നെ ചോസൺ പീപ്പിൾ എന്നാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ജനം. ആര് തിരഞ്ഞെടുത്തത്? യഹോവ. അപ്പോൾ അവരങ്ങനെയൊക്കെയുള്ളൊരു വിശ്വാസത്തിൽ വളരുന്നവരാണ്. ലോകരക്ഷകനായി ജൂതന്മാർക്കിടയിൽ നിന്ന് യേശുക്രിസ്തു ജാതനായി എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. അത് ജൂതന്മാർ അംഗീകരിക്കുന്നില്ല. ജൂതന്മാർ ഇപ്പോഴും അവരുടെ രക്ഷകനെ കാത്തിരിക്കുന്ന ജനതയാണ്. ഓരോ ജൂത സ്ത്രീയും ഗർഭിണിയാകുമ്പോൾ ഉദരത്തിൽ കിടക്കുന്ന ശിശു ഒരുപക്ഷെ ഈ രക്ഷകനായിരിക്കുമോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കുട്ടിയെ പ്രസവിക്കുന്നതും വളർത്തുന്നതും. അപ്പോൾ അങ്ങനെ അതിമഹത്തായ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയേക്ക് ഒരു ജനത കൂട്ടായി നിന്ന് ഒരു പ്രത്യേക രീതിയിൽ ഒരു വളർച്ച പ്രാപിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ പെട്ടെന്ന് എതിർത്ത് തോൽപ്പിക്കാൻ കഴിയില്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും. ഇപ്പോൾ 1948 ഇസ്രായേൽ രൂപീകൃതമായപ്പോൾ ആ അയൽവക്കത്തുള്ള അറബ് രാജ്യങ്ങൾ മുഴുവൻ അവർക്കെതിരാണ്. അവരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ബ്രിട്ടനെ പോലും, ബ്രിട്ടൻ്റെ കയ്യിൽ നിന്നാണ് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്, ബ്രിട്ടനെ പോലും അവർക്ക് പോലും ഒരു സൂചന കൊടുക്കാതെ ആയിരക്കണക്കിന് യുദ്ധ ടാങ്കുകൾ ഇസ്രായേലിലേക്ക് ഇറക്കുമതി ചെയ്ത രാജ്യമാണ് അവർ. കാർഷിക ഉപകരണങ്ങൾ എന്ന രീതിയിൽ അഴിച്ച് പാർട്സാണ് ഇറക്കുന്നത്. അത് ഇസ്രായേൽ കരയ്ക്കെത്തിക്കഴിയുമ്പോൾ കൂട്ടിയോജിപ്പിച്ച് ടാങ്ക് ആക്കാനായിട്ടുള്ള സാമർഥ്യം അവർക്കുണ്ട്. അങ്ങനെയാണ് അവർ ആദ്യത്തെ യുദ്ധം 1948 തന്നെ യുദ്ധം നടന്നില്ലേ, അവർക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ അവസ്ഥയിലും അവർ ആ യുദ്ധത്തെ അതിജീവിച്ചത് ഈ ഒരു ആ കർമ്മ നൈപുണ്യം, ബുദ്ധിപരമായ അവരുടെ മേധാവിത്വം, സർവോപരി സാക്ഷരത. അന്നത്തെ കാലത്ത് ഈ അറബ് പട്ടാളക്കാർക്കൊന്നും വായിക്കാൻ അറിഞ്ഞുകൂടാ, എഴുത്തും വായനയൊന്നുമില്ല. അപ്പോൾ അവർക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങൾ, എഴുതി കിട്ടുന്ന നിർദ്ദേശങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അവിടെയാണ് ഒരു സുപ്പീരിയറായ ആ ഒരു മേധാശക്തി, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ഈ മേധാവിത്വം സ്ഥാപിച്ചത്. പിന്നെ അവർക്ക് പ്രത്യേകിച്ച് മര്യാദകളൊന്നുമില്ല. അവർ ശത്രുവാണെന്ന് ഒരാളെ തീരുമാനിച്ചാൽ ആ ശത്രുവിനെ വകവരുത്തിയിരിക്കും. നമ്മെപ്പോലുള്ള രാജ്യങ്ങൾക്ക്, ജനാധിപത്യ രാജ്യങ്ങൾക്ക് പല കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും. അവർക്കൊന്നും ആലോചിക്കാനില്ല. അവർക്ക് സ്വന്തം നിലനിൽപ്പ് എന്ന ഒരു ഒറ്റ മുദ്രാവാക്യത്തെ അടിസ്ഥാനമാക്കി ആർക്കെതിരെയും എന്തും ചെയ്യാം എന്ന അവസ്ഥയിലാണ്. അപ്പം അതുകൊണ്ടാണ് ഇന്നത്തെ, ഞാൻ ഈ യുദ്ധത്തെ ന്യായീകരിക്കുകയല്ല, ന്യായീകരിക്കുന്ന ആളുമല്ല, പക്ഷേ ഈ യുദ്ധം എന്നത് അത് ഇസ്രായേലിൻ്റെ സൃഷ്ടിയാണ്. അമേരിക്ക ഫസ്റ്റ് എന്നാണ് ട്രംപിൻ്റെ മുദ്രാവാക്യം.
ഇപ്പോൾ അത് മാറി ഇസ്രായേൽ ഫസ്റ്റ് ആയിരിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹു തെളിക്കുന്ന വഴിയെ സഞ്ചരിക്കാൻ നിർബന്ധിതനായ വ്യക്തിയാണിപ്പോൾ ഡൊണാൾഡ് ട്രംപ്. ഈ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഈ മര്യാദകേടിന് എന്തുകൊണ്ടാണ് ഐക്യരാഷ്ട്ര സംഘടന ഇപ്പോഴും നിശബ്ദത പാലിക്കുന്നത്? അത് ഏത് യുദ്ധത്തിലും ഒരു കാഷ്വാലിറ്റി ഉണ്ടാകുമല്ലോ. നമ്മൾ പറയും ആദ്യത്തെ കാഷ്വാലിറ്റി സത്യം ആണെന്നൊക്കെ പറയുമായിരുന്നു യുദ്ധം നടക്കുമ്പോൾ, വാർ കാഷ്വാലിറ്റി. ഇപ്പോൾ നമ്മൾ അറിയാതെ പോയിരിക്കുന്നതും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തതുമായ ഒരു കാഷ്വാലിറ്റി സംഭവിച്ചിരിക്കുന്നത് ന്യൂയോർക്കിലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ മരണം അല്ലെങ്കിൽ തിരോധാനം അത് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ പല കാര്യങ്ങളും അങ്ങനെയാണ്. എല്ലാം അവിടെ ഉണ്ടാവും, പക്ഷേ അത് ഇല്ലാതാകുകയാണ്. എങ്ങനെയാണ് ഐക്യരാഷ്ട്ര സംഘടന ഈ വിധത്തിൽ മരണപ്പെട്ടത്? അതിന് നിവൃത്തിയില്ലായിരുന്നു. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക സ്രോതസ്, രാഷ്ട്രീയ സ്വാധീനം എന്നൊക്കെ പറയുന്നത് അമേരിക്കയായിരുന്നു. അമേരിക്ക പിൻവാങ്ങി. ഐക്യരാഷ്ട്ര സംഘടന വലിയ സാമ്പത്തിക കെണിയിലാണ്. പണമില്ല. മറ്റ് രാജ്യങ്ങൾ അങ്ങനെ അത്യുത്സാഹം കാണിച്ച് UN രക്ഷയ്ക്ക് വേണ്ടിയൊന്നും പോകുന്നില്ല. അതിൻ്റെ ഘടനാപരമായ സംവിധാനം തന്നെ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇതൊക്കെ സംഭവിക്കും എന്ന് തന്നെ പറഞ്ഞിരുന്നു. UN സെക്യൂരിറ്റി കൗൺസിൽ ആണല്ലോ ഇത്തരം സന്ദർഭങ്ങളിൽ ഇടപെടേണ്ടത്. അവിടെ വീറ്റോ പവർ ആർക്ക്? ഈ ആക്രമിക്കുന്നവർക്ക്. ആക്രമണമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു അമേരിക്കയായിരിക്കും അല്ലെങ്കിൽ റഷ്യയായിരിക്കും. അവർക്കാണ് വീറ്റോ പവർ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ദുർബലാവസ്ഥയിൽ എത്തിച്ചേർന്ന UN സെക്യൂരിറ്റി കൗൺസിൽ ഇല്ലാതായി. പണ്ടൊക്കെ ഒരു യുദ്ധം അല്ലെങ്കിൽ ആഗോള സംഘർഷം ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാം ഉറ്റുനോക്കിയിരുന്നത് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത രക്ഷാസമിതി സമ്മേളിക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ രക്ഷാസമിതിയൊന്നുമില്ല. UN എന്നത് ഒരു ചാരിറ്റി ഓർഗനൈസേഷനായി നിലനിൽക്കും. ഇപ്പോഴും UN ഫലപ്രദമായ പ്രവർത്തനം അതാണല്ലോ. യുനെസ്കോ, യൂണിസെഫ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ആ പ്രവർത്തനമൊക്കെ നടക്കുമായിരിക്കും. പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് അത് നഷ്ടപ്പെട്ടു. അപ്പോൾ ലീഗ് ഓഫ് നേഷൻസിന് സംഭവിച്ചതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിനും ഒരു അപജയത്തിലും അപമൃത്യുവിലും അല്ലെങ്കിൽ അപമൃത്യുവിൻ്റെ വക്കിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറയുന്നത് കനത്ത സാമ്പത്തിക നഷ്ടമുണ്ടാക്കും, എണ്ണവില കൂടും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം 90 ലക്ഷം പ്രവാസികളാണ് ഗൾഫ് മേഖലയിലുള്ളത് ഇന്ത്യക്കാർ. അതിൽ 30 ലക്ഷത്തോളം മലയാളികളാണ്. അപ്പോൾ ഇന്ത്യ ഈ വിഷയത്തിൽ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ശക്തമായ ഒരു നിലപാടെടുക്കാത്തത് ഇന്ത്യക്കാരുടെ സേഫ്റ്റി മാത്രം കരുതിയാണോ, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടോ? അല്ല, ഇന്ത്യ മാത്രമല്ലല്ലോ, ഏത് ലോകരാഷ്ട്രമാണ് ഇതിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്? ചൈനയും റഷ്യയും ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ ഓപ്പണായി പറയുന്നില്ല. ആ ചേരി തിരിഞ്ഞു നിൽക്കുന്ന രാജ്യങ്ങൾ നിൽക്കുമായിരിക്കാം. ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കവിടെ നേരിട്ടുള്ള ഒരു ഇടപെടലിന് യാതൊരു സാധ്യതയുമില്ല. അത് നമ്മുടെ നയവുമല്ല. ആ രാജ്യങ്ങളിൽ ആരെയും സഹായിക്കേണ്ട കാര്യവുമില്ല. ഇറാനെയും നമ്മൾ സഹായിക്കേണ്ട, ഇസ്രായേലിനെയും നമ്മൾ സഹായിക്കേണ്ട, അതൊക്കെ അവരുടെ കയ്യിലുണ്ട്, അവർക്ക് ആവശ്യമുള്ളത്. ഇസ്രായേലുമായിട്ടുള്ള ഒരു സൗഹൃദം ഇന്ത്യ കീപ്പ് ചെയ്യുന്നില്ലേ? അല്ലാതെ അടുത്ത കാലത്തുണ്ടായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഈ നരേന്ദ്രമോദിയുടെ വരവിന് ശേഷം സംഭവിച്ച ഒരു വികാസമാണ്. നമ്മൾ ആദ്യകാലം മുതലേ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ ഇസ്രായേലിന് എതിരായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇസ്രായേലിൻ്റെ ആജന്മ ശത്രുവായിട്ടുള്ള ഈജിപ്തിലെ നാസർ ആയിരുന്നു നെഹ്റുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ചേരിചേരായ്മ രൂപപ്പെട്ടപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരാൾ നാസറായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ നയം ഈ ചേരിചേരായ്മ എന്ന് പറയുമ്പോഴും സോവിയറ്റ് യൂണിയനോട് ലേശം താല്പര്യം കാണിക്കുന്ന ഒരു ചായ്വ്, ഒരു ടിൽറ്റ് ഉണ്ടായിരുന്നു. അതിനതിൻ്റെതായ കാരണങ്ങളൊക്കെ ഉണ്ട്, സാമ്പത്തിക കാരണങ്ങൾ ഉൾപ്പെടെ. പിന്നീടിപ്പോൾ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് നരേന്ദ്രമോദിയുടെ ഒരു പ്രഖ്യാപിതമായ ഇസ്ലാം വിരുദ്ധ സമീപനം ഉണ്ടല്ലോ. അപ്പോൾ അത് അതിൻ്റെ ഫലമായി സ്വാഭാവികമായും ഇസ്രായേലിലേക്ക് അടുപ്പം കാണിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ അദ്ദേഹം ഇസ്രായേലിൽ ചെന്ന് 2-ാം ദിവസമാണല്ലോ യുദ്ധം തുടങ്ങുന്നത്. അദ്ദേഹം ചെന്ന് അനുവാദം കൊടുത്തു എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും അപ്പോൾ അത്രയും അടുപ്പം അവിടെ ഉണ്ടായിരുന്നു. അന്ന് നെതന്യാഹു നരേന്ദ്രമോദിയോട് ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. യുദ്ധം വേണ്ട എന്ന് നെതന്യാഹുവിനോട് നരേന്ദ്രമോദി പറഞ്ഞുവോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ യുദ്ധത്തെക്കുറിച്ചുള്ളൊരു ധാരണ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടാകണമല്ലോ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലല്ലോ.
രണ്ടാം ദിവസം നടക്കാനിരിക്കുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ പൊടുന്നനെ സംഭവിക്കുന്നതല്ല. അതിനോട് തയ്യാറെടുപ്പും കരുതലും ഒരുക്കമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ യുദ്ധത്തിന് 2 ദിവസം മുമ്പ് ഇസ്രായേലിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഒരുപക്ഷെ നെതന്യാഹുവിന് എന്തെങ്കിലും പറഞ്ഞിട്ടും ഉണ്ടാവണം. അതുകൊണ്ടാണല്ലോ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നൊരു ധാർമ്മികതയുടെ ശബ്ദം ആണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത് ഈ ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ. പക്ഷേ ഈ വിഷയത്തിൽ ഇന്ത്യ പ്രതിഷേധാർഹമായ മൗനം കുറേ ദിവസങ്ങൾ പാലിച്ചു. അതിനുശേഷമാണ് ഒരു ആർക്കും ഉപദ്രവമില്ലാത്തൊരു നിർദോഷമായ പ്രസ്താവനയും വന്നത്. അപ്പോൾ അവിടെയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന നയതന്ത്രങ്ങൾ അവിടെ ഇപ്പോൾ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചാൽ വാസ്തവത്തിലൊന്നും ചെയ്യാനില്ല. നമ്മുടെ ലക്ഷക്കണക്കിന് ആളുകൾ ആ പ്രദേശങ്ങളിലുണ്ട്. അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക, ഇന്ത്യക്കുള്ള ഗുഡ്വിൽ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം. മറ്റൊന്ന് സാമ്പത്തിക രംഗത്ത് സംഭവിക്കാൻ പോകുന്നത് എണ്ണ. ഹോർമുസ് കടലെടുക്ക് അടച്ചു. ആ അവസ്ഥയിൽ അമേരിക്ക തുറപ്പിക്കും. അവിടെ USS എബ്രഹാം ലിങ്കൺ ഒക്കെ അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും എണ്ണ നീക്കം തടസ്സപ്പെടും. നമുക്ക് കുറേ ദിവസത്തേക്കുള്ള 10-40 ദിവസത്തേക്കുള്ള എണ്ണയുണ്ടെന്നൊക്കെ പറയുന്നു. റഷ്യയിൽ എണ്ണ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാമായിരുന്നു. എന്നാലും ഇപ്പോഴത്തെ അവസ്ഥ ഒരു യുദ്ധമുണ്ടായാൽ അതിൻ്റെ പ്രത്യാഘാതം ഏതെങ്കിലും പ്രദേശത്ത് മാത്രമായി പരിമിതപ്പെടുന്നില്ല. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അതിൻ്റെ ആ ഒരു റെപ്രിക്കഷൻസ് ഉണ്ടാവും. ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഖമേനിയുടെ കൊലപാതകം ഇപ്പോൾ ഗൾഫ് മേഖലയിൽ കൂടുതലുമായിട്ടുള്ളത് കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും ഈ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ ഖമേനിയുടെ കൊലപാതകം മതപരമായ ഏതെങ്കിലും രീതിയിൽ നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? മതം എന്ന് പറയുമ്പോൾ മതപരമായ പ്രത്യേകതയുള്ള ദിവസങ്ങളിലൊക്കെ ഈ യുദ്ധം നിർത്തിവയ്ക്കുന്ന ഒരു രീതി ലോകമായുധകാലം മുതലുണ്ട്. ക്രിസ്മസിനൊക്കെ ഒരു അവധി കൊടുക്കും. അതിർത്തിക്കപ്പുറത്ത് പരസ്പരം തോക്ക് ചൂണ്ടി നിൽക്കുന്ന സൈനികർ ഒരുമിച്ചിരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്ന നല്ല കാഴ്ചകളൊക്കെ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നമ്മൾ കണ്ടു, വിയറ്റ്നാം യുദ്ധകാലത്ത് കണ്ടു. പക്ഷെ വിയറ്റ്നാമിലെ ഏറ്റവും വലിയ ഒരു ഉത്സവ ദിനമായ ടെറ്റ്, അന്ന് അമേരിക്കയിലെ വിയറ്റ് കോങ്ങുകൾ ഏറ്റവും വലിയ ആക്രമണം നടത്തിയത് ടെറ്റ് ഒഫൻസീവ് എന്നറിയപ്പെടുന്നത്. യോം കിപ്പൂർ യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേൽ അല്ലെങ്കിൽ ജൂതന്മാർ മുഴുവൻ പ്രാർത്ഥനയിൽ കണ്ണടച്ചിരുന്ന് ലയിച്ചിരിക്കുന്ന ആ ഒരു സമയത്താണ് യോം കിപ്പൂർ യുദ്ധം നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ സൗദി അറേബ്യയിലും പാകിസ്ഥാനിലുമൊക്കെ അവരുടെ മോസ്കിൽ നല്ല വിശേഷ ദിവസങ്ങളിൽ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങുന്നവർക്ക് നേരെ ബോംബ് പൊട്ടിക്കുന്നില്ലേ, സ്ഫോടനം. അപ്പം മതപരമായ ഒരു നിയന്ത്രണമൊന്നും യുദ്ധവേളയിൽ ഇപ്പോൾ കാണുന്നില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതലായി ഒരു വിഭജനമുണ്ട് അവിടെ, ഷിയ സുന്നി. അതിൽ ഷിയ നേതാവാണ് ആയത്തുള്ള കൊല്ലപ്പെട്ടത്. മുസ്ലിങ്ങൾക്ക് മുസ്ലിം എന്ന പൊതുവികാരം ഉണ്ടാകുമായിരിക്കാം, പക്ഷെ അതിനപ്പുറത്ത് ഈ വിഭാഗീയ ചിന്തയും വരും. അല്ല, പക്ഷേ ഈ യുദ്ധം അമേരിക്കയുടെ ഈ ആക്രമണത്തോടെ ചിലപ്പോൾ ഈ ഷിയ സുന്നി വിഭാഗം അവർ തമ്മിൽ ഒരുമിക്കാനുള്ള ഒരു സാധ്യതയില്ലേ രാജ്യത്തിന് വേണ്ടി? അങ്ങനെയൊന്നും സംഭവിക്കില്ല. കാരണം അതിനേക്കാളൊക്കെ ഉപരിയാണ് ഈ മറ്റ് ചിന്തകൾ. അതുകൊണ്ടിപ്പോൾ ഒരു പൊതു നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നൊക്കെയുള്ള തീരുമാനം എടുക്കാൻ പ്രയാസമായിരിക്കും. മുസ്ലിങ്ങൾ പൊതുവേ ഇസ്രായേലിനെതിരാണ്, അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും എതിരാണ്. പക്ഷേ അത് അടുത്ത ഘട്ടം വരുമ്പോഴത്തേക്ക് ഷിയ നേതാവ് പോകുന്നെങ്കിൽ പോട്ടെ എന്നൊരു ചിന്ത, അതും മനുഷ്യരുടെ അവസ്ഥ അതാണല്ലോ. എല്ലാവരും ഒടുവിൽ ചുരുങ്ങി അവനവൻ്റെ ഗ്രൂപ്പിലേക്ക്, വിഭാഗത്തിലേക്ക് ഒതുങ്ങി നമുക്ക് നഷ്ടമെല്ലാം സംഭവിച്ചു എന്ന് മാത്രം നോക്കുന്നൊരവസ്ഥ വരും. ഈ യുദ്ധത്തിലിപ്പോൾ 1948 മുതലുള്ള ചരിത്രം നോക്കുന്നവരെ സംബന്ധിച്ച് വിസ്മയപ്പെടുത്തുന്നത് ആരൊക്കെ ഒരു വശത്ത് നിൽക്കുന്നത്? ഇസ്രായേൽ, ഖത്തർ, UAE, ഒമാൻ, ഇവരൊക്കെ ഇറാൻ്റെ കൂടെ ചേർന്ന് യുദ്ധം ചെയ്യേണ്ടവരല്ലേ ഇസ്രായേലിനെതിരെ.
പക്ഷെ അവരൊക്കെ ഇസ്രായേലിൻ്റെ കൂടെയാണ്. ഇസ്രായേലിൻ്റെ കൂടെയാണ്. അതിൻ്റെ ഫലമായിട്ട് ഇറാൻ്റെ ആക്രമണം നേരിടേണ്ടി വരുന്ന ഗൾഫ് മേഖല, അതൊക്കെ വിചിത്രമായ അവസ്ഥകളാണ്. അപ്പോൾ ഈ നമ്മുടെ നിലപാട്, നയം, തന്ത്രം ഇതൊക്കെ വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ശക്തമായ ഒരു റിജീം സംവിധാനമുണ്ട്. അപ്പോൾ ഈ ശക്തമായ ഒരു ഭരണകൂടം അവർ ജനങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ വരെ സൂക്ഷ്മമായി ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. ഈ അമേരിക്കയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, യുദ്ധചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, അത് ഇറാഖിലാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും കടന്നു കയറിയത് അവിടെ ഒരു ജനാധിപത്യ സംവിധാനം ഉണ്ടാക്കാൻ എന്നുള്ളൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ് അമേരിക്ക പലപ്പോഴും ഈ കടന്നുകയറ്റം നടത്തിയത്. ഇപ്പം ഇറാൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അതൊരു റാഡിക്കൽ സൊസൈറ്റിയാണ്. അവർക്കൊരു ജനാധിപത്യ സംവിധാനത്തിൽ അവർക്ക് ജീവിക്കാൻ സാധിക്കുമോ? ഇപ്പോൾ അമേരിക്ക അത് പറഞ്ഞാൽ പോലും, ഇപ്പം റാസ പൗലവിയുടെ മകൻ അവിടെ വരികയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കരങ്ങളിലാണ് ഇറാൻ്റെ ഭരണം എത്തിപ്പെടുകയാണെങ്കിൽ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇറാൻ ജനതയ്ക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ജീവിക്കാൻ ഒരു സമൂഹത്തിന് കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും അഭികാമ്യമായ അവസ്ഥ. വൈറ്റ് മാൻസ് ബർഡൻ, വെള്ളക്കാരൻ്റെ ഭാരം അല്ലെങ്കിൽ ഉത്തരവാദിത്വം, നമ്മൾ കേട്ട് പരിചയമുള്ള ഒന്നാണ്. ലോകത്തെ മുഴുവൻ നവീകരിക്കുന്നതിന്, സംസ്കാര സമ്പന്നമാക്കുന്നതിന് അതിനുള്ള ഉത്തരവാദിത്വം യൂറോപ്യന്മാർ ഏറ്റെടുക്കുന്നു. അതിനുള്ള അവരുടെ എല്ലാ അധിനിവേശങ്ങളും സാമ്രാജ്യത്വ നീക്കങ്ങളുമൊക്കെ ന്യായീകരിക്കപ്പെട്ടത്. അമേരിക്ക കുറേ കാലമായി പറയുന്നത് ലോകത്തെ ജനാധിപത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനുള്ള ഉത്തരവാദിത്വം തങ്ങൾക്കാണ്. ജനാധിപത്യം ഏത് രാജ്യത്തും ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതാണ്. പക്ഷെ അതാത് ജനതകൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇറാഖിനെതിരെ ചില കഥകളൊക്കെ, ആ കഥകളൊക്കെ കളവായിരുന്നു എന്ന് പിൽക്കാലത്ത് ടോണി ബ്ലെയർ തന്നെ പറഞ്ഞല്ലോ. ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ പര്യാപ്തമായ ആയുധങ്ങളുടെ ശേഖരത്തിന് മുകളിലാണ് സദ്ദാം ഹുസൈൻ. ഇപ്പം ഇറാന്റെ കാര്യത്തിലും പറയുന്നത് അവിടെ ആണവായുധങ്ങൾ. സദ്ദാം ഹുസൈൻ അവസാനം എന്തായിരുന്നു അവസ്ഥ? അതൊരു കുഴിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പം അപമാനകരമായി അയാളെ പിടികൂടി വധിച്ചു. എന്നിട്ടൊരു പടക്കം പോലും അവരുടെ ഒരു ആയുധശേഖരത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ നുണയാണ് പറഞ്ഞത് എന്ന് ഇപ്പോൾ ലോകത്തിന് മുഴുവൻ അറിയാം. പറഞ്ഞവർക്കും അറിയാം, പറഞ്ഞവർ സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാനെതിരെ അതാണ് ആക്ഷേപം. ഇവർ ആണവശക്തിയാകാനുള്ള സാധ്യതയുണ്ട്. ആയാൽ വലിയ അപകടമാണ്. അത് പറയുന്നത് ആരാണ്? ഹിറോഷിമയിലും നാഗസാക്കിയിലും രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചു എന്ന് ഉറപ്പ് വന്ന അവസ്ഥയിൽ ആണവ ബോംബിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയ രാജ്യമാണ്. അവർക്കെന്താ അവകാശം, അധികാരം? നമുക്ക് ജനാധിപത്യം വേണമെങ്കിൽ അത് നമ്മൾ സ്ഥാപിക്കും. അതാണല്ലോ നമ്മൾ ചെയ്തത്. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് നമ്മൾ ജനാധിപത്യം സ്വീകരിച്ചു, പാർലമെൻ്ററി ജനാധിപത്യം സ്വീകരിച്ചു. അതാത് രാജ്യങ്ങളുടെ ഡെസ്റ്റിനി, അത് അവരുടെ നിയോഗം, അവരുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് അമേരിക്ക വിചാരിച്ചാൽ ഇപ്പോൾ ഇറാഖിൽ ജനാധിപത്യം വന്നില്ലല്ലോ. ആ രാജ്യത്തെക്കുറിച്ച് ഇപ്പോൾ ആരും സംസാരിക്കുന്ന പോലുമില്ല. അഫ്ഗാനിസ്ഥാൻ താലിബാൻ എന്നതുപോലെ ഇറാനിൽ ഇവർക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു കഴിഞ്ഞു. ടെഹ്റാൻ തന്നെ ഏതാണ്ട് ഇല്ലാതായി എന്നാണ് കേൾക്കുന്നത്. അത് മുഴുവൻ വാർത്തകളൊന്നും കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ ഇറാനിൽ ജനാധിപത്യം സ്ഥാപിക്കുക എന്നത് അമേരിക്കയുടെ ഉത്തരവാദിത്വമല്ല. ലോകത്തെവിടെയും ജനാധിപത്യം ശക്തിപ്പെടുന്നതിനുള്ള ഒരു അവസ്ഥ, അന്തരീക്ഷം വേണമെങ്കിൽ അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കാം. അതല്ലാതെ മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ടും ബോംബിട്ടുകൊണ്ടും ഒരു രാജ്യത്തും ജനാധിപത്യം സ്ഥാപിക്കാൻ കഴിയില്ല. ജനാധിപത്യം ഒരു മറയാണ്. അതൊന്നുമല്ല അവരുടെ യഥാർത്ഥ ഉദ്ദേശം. അവരുടെ യഥാർത്ഥ ഉദ്ദേശം സാമ്പത്തികം തന്നെ ഒന്ന് അതായിരിക്കും. ഇപ്പം എന്തിനാണ് വെനസ്വേലയിലെ ഭരണാധികാരി, അയാളെ ട്രംപിനെ നമുക്ക് ഇഷ്ടമില്ലല്ലോ എന്ന് കരുതി ഈ ട്രംപിനെതിരെ നമുക്ക് ചെയ്യാൻ കഴിവുകൊണ്ടിരുന്നു. എന്നതുപോലെ മഡുറോയെ ട്രംപിന് ഇഷ്ടമല്ല. എന്താ ചെയ്തത്? മഡുറോയെ പിടികൂടി. അപ്പോൾ ഈ സ്വാതന്ത്ര്യം, പരമാധികാരം എന്നൊക്കെ പറയുന്നതിന് അർത്ഥമുള്ളത്, ജനതകളുടെ സ്വയം നിർണയാവകാശം എന്നൊക്കെ പറയുന്നതിന് അർത്ഥമുള്ളത്, മഡുറോ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരി, രാഷ്ട്രത്തലവൻ, അമേരിക്കയുടെ ഒരു ജയിലിൽ, ഒരു നൊട്ടോറിയസ് ജയിലിൽ, ഹെൽ ഓൺ എർത്ത് എന്നാണ് ജയിലിൽ, ബ്രൂക്ലിൻ ജയിലിനെ വിശേഷിപ്പിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾക്ക് ഒരു പ്രയാസമില്ലല്ലോ. ആരെങ്കിലും വേണ്ടി ഇപ്പോൾ വല്ലതും പറയുന്നുണ്ട്. അതിനും ഭേദം മഡുറോയെ കൊല്ലുന്നതായിരുന്നു. പലരെയും അങ്ങനെയാണല്ലോ. നമ്മുടെ ചിലിയിലെ അലൻ്റെ പോലെയൊക്കെ
അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ മുജീബുർ റഹ്മാനെ പോലെയൊക്കെ കൊന്നുകളഞ്ഞാൽ അവസാനിക്കുമല്ലോ. ഇത് തടവറയിലിട്ട് അപമാനിക്കുകയാണ്. അയാളെ മാത്രമല്ല, പ്രസിഡൻറ്റിൻ്റെ ഭാര്യയും. അത് തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. ഈ ഒസാമ ബിൻ ലാദനെ എങ്ങനെ പിടികൂടിയത്? അയാൾ പിടികൂടപ്പെടേണ്ട ആളാണോ അല്ലയോ എന്നുള്ളത് വേറൊരു വശം. പക്ഷെ പിടികൂടിയത് ഇതേ ടെക്നിക്ക് തന്നെയാണല്ലോ. അപ്പോൾ ആധുനികമായ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി AI ഉൾപ്പെടെ, ഇപ്പോൾ അതാണ് പ്രശ്നം. പണ്ടൊക്കെ ആണെങ്കിൽ ഈ യുദ്ധനായകന്മാർ, സെക്കൻഡ് വേൾഡ് വാറിനും എടുത്ത് ചരിത്രം വായിക്കുമ്പോൾ ജോർജ് പാറ്റൺ അങ്ങനെയൊക്കെയുള്ള ആ യുദ്ധവീരന്മാർ, ആ കാലമൊക്കെ കഴിഞ്ഞല്ലോ. ഇപ്പം എവിടെയോ ഒരു ഭീരുക്കളെ പോലെ മറഞ്ഞിരുന്ന് AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തൊടുത്തുവിടുന്ന മിസൈലുകൾ അത് എവിടെയോ ചെന്ന് വീഴുന്നു. അതൊരു വാസ്തവത്തിൽ ഭീരുക്കളുടെ ഏറ്റുമുട്ടലാണ് ഇപ്പോഴത്തെ യുദ്ധം. അവിടെ എങ്ങനെ ഇവർക്ക് ഉറപ്പ്? ഈ ഒരു യുദ്ധത്തിലെ ഒരു പ്രധാനപ്പെട്ട മര്യാദ സിവിലിയൻ ജനതയെ ആക്രമിക്കില്ല. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും രോഗികളെയും ഒക്കെ സംരക്ഷിക്കും. ഇപ്പോൾ ആരാ മരിക്കുന്നത്? ഗാസയിൽ സംഭവിച്ചതുപോലെ ഇറാനിലും സംഭവിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങൾ. 168 കുട്ടികളാണ് മരിച്ചത്. അതിനൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? പക്ഷേ ഇവിടെ വേറൊരു കാര്യം, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇസ്രായേലിൻ്റെ ആവശ്യമാണ് യുദ്ധം എന്നുള്ളത്. ഇപ്പം എപ്സ്റ്റീൻ ഫയൽസ് ലീക്കായതോടെ ബാലപീഡകനാണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളൊരു പൊതുബോധ്യം അമേരിക്കയിൽ മാത്രമല്ല ലോകമാകെ വന്നിട്ടുണ്ട്. അപ്പം ഈ യുദ്ധം നടത്തേണ്ടത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കമാണ് എന്നുകൂടി നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? അത് പൂർണ്ണമായും ശരിയാകണമെന്നില്ല. കാരണം ഈ മുഖം രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം ഒരു നാണക്കേട് തോന്നുമ്പോഴാണല്ലോ. അങ്ങനെയുള്ള ഒരാളല്ല ഡൊണാൾഡ് ട്രംപ്. പക്ഷെ അയാളൊരു ഭ്രാന്തനാണ്. ചരിത്രത്തിൽ ചിലപ്പോൾ അങ്ങനെ ചില ആളുകൾ അവതരിക്കും. പുരാതന കാലത്ത് റോമിൽ നീറോ എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ പറഞ്ഞതുപോലെ ചില ഭ്രാന്തന്മാർ അവതരിക്കും. ട്രംപിനെ ആ കൂട്ടത്തിൽപ്പെടുത്തേണ്ട ആളാണ്. അയാൾക്കൊരു ബുദ്ധിസ്ഥിരതയില്ല, പറയുന്ന കാര്യങ്ങൾക്ക് യുക്തിയില്ല, ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ന്യായീകരണവുമില്ല. അതുകൊണ്ട് അയാളതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അയാൾക്കിനി അവിടെ ഒരു ഇലക്ഷൻ ഇല്ല. അയാളുടെ സെക്കൻഡ് ടേമാണ്. 3 കൊല്ലം കഴിയുമ്പോൾ 2019 അയാൾ അധികാരത്തിൽ നിന്ന് പുറത്തു പോകും. അപ്പോൾ ഇനിയൊരു തെരഞ്ഞെടുപ്പിന്, ഇപ്പോൾ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ്, കോൺഗ്രസിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്, ജനപ്രതിനിധി സഭ, കോൺഗ്രസിൽ ഭൂരിപക്ഷമില്ലെങ്കിൽ അടുത്ത 3 കൊല്ലം അയാളുടെ ഭരണം ദുർബലമാകും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇനിയൊരു ട്രംപ് മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഇല്ലാത്തത് കൊണ്ട് അയാൾ ആ വക കാര്യമൊന്നും ആലോചിക്കുന്നുണ്ടാവില്ല. അയാളൊരു വെറും വികാരജീവി എന്ന് പറഞ്ഞാൽ പോരാ. ഇപ്പോൾ സെലൻസ്കി യുക്രൈൻ വൈറ്റ് ഹൗസിൽ ഇദ്ദേഹത്തെ കാണാൻ പോയി. അപ്പം ഇതിന് പ്രതികരണം എന്തായിരുന്നു? പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്തില്ലെന്നാണ്. അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ വരുമ്പോൾ ഡ്രസ് കോഡ്, സെലൻസ്കി ടീഷർട്ട് ഇട്ട് പോകുന്ന ആളാണല്ലോ. അങ്ങനെയാണെങ്കിൽ മഹാത്മാഗാന്ധി വട്ടമേശ സമ്മേളനത്തിന് ലണ്ടനിലെത്തിയപ്പോൾ ബക്കിംഗ്ഹാം പാലസിൻ്റെ പടവുകൾ കയറി പോകുന്ന കാഴ്ച നമ്മൾ സിനിമയിലൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു മുണ്ട് പുതച്ച് വടികുത്തി ഭിക്ഷക്കാരേക്കാൾ മോശമായ അവസ്ഥയിലാണ് കയറി ചെല്ലുന്നത്. ബ്രിട്ടീഷ് ചക്രവർത്തിയെ കാണാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, സാർ ഡ്രസ്സ്. അപ്പോൾ ഗാന്ധി കൊടുത്ത മറുപടി, ഞാൻ ധരിക്കേണ്ട വസ്ത്രം കൂടി ചക്രവർത്തി ധരിക്കുന്നുണ്ടല്ലോ എന്നാണ്. അതൊരു ധാർമ്മിക ശക്തിയാണ്. അപ്പോൾ അങ്ങനെ സെലൻസ്കിയെ പരിഹസിച്ച ആളാണ് ഈ ട്രംപ്. അപ്പോൾ അതുകൊണ്ട് ട്രംപ് എപ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കത്തിൽ അയാൾ സ്വകാര്യമായി ഇടപെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾക്ക് എന്ത് നേട്ടം ഉണ്ടാകാനാണ്? അത് ശരിയല്ല എന്ന് നയതന്ത്ര ചാനലിൽ പല കമ്മ്യൂണിക്കേഷനൊക്കെ പോയിട്ടുണ്ടാവാം. പക്ഷേ ട്രംപ് ഇടപെട്ടത് കൊണ്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ പര്യവസാനിച്ചതെന്നൊക്കെ പറഞ്ഞാൽ അത് അയാൾ തന്നെ പറയുന്നു, നരേന്ദ്രമോദി സുഹൃത്താണെന്ന്. ഒരു സുഹൃത്ത് രാജ്യത്തെ ഒരു എംബാരസ്മെൻറ്റിൽ ആക്കാമെന്നല്ലാതെ വേറെ എന്താ പ്രയോജനമുള്ളത്? പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തൻ എന്ന നിലയിൽ ട്രംപിൻ്റെ നീക്കങ്ങൾ
അത് ലോകത്തിന് വലിയ അപകടത്തിന് കാരണമാകും. ഇപ്പോൾ ട്രംപിനെ നിയന്ത്രിക്കാൻ പ്രാപ്തിയുള്ള ഏക നേതാവ് ബെഞ്ചമിൻ നെതന്യാഹുവാണ്. ഇപ്പോൾ സർ, ഈ വാർത്താ ചാനലുകൾ, മലയാളം വാർത്താ ചാനലുകൾ യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അത് പലരിലും അത് ഭീതി ഉണർത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ ട്രോളുകൾ വരെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു സമീപകാലത്തൊരു ട്രോള് വന്നത്, അമേരിക്കയും ഇസ്രായേലും ഇറാനും സംയുക്തമായി ഒരു പ്രസ്താവന ഇറക്കി, സ്ഥിതി ശാന്തമാണ്, മലയാളം വാർത്താ ചാനലുകൾ കാമായിട്ടിരിക്കണമെന്നും പറഞ്ഞ്. ഈ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു മൂന്നാം ലോക മഹായുദ്ധം വരാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതിയാണ് പലപ്പോഴും ഈ മലയാളം വാർത്താ ചാനലിലൂടെ പ്രേക്ഷകർക്ക് കിട്ടുന്നത്. അപ്പം ഈ യുദ്ധം അവതരിപ്പിക്കുന്ന രീതി, റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മലയാളം വാർത്താ ചാനലുകൾ പാലിക്കേണ്ട ഒരു ഡെക്കോറം ഉണ്ടല്ലോ, അതെവിടേക്കോ നഷ്ടമായി പോവുകയല്ലേ? രണ്ടാം ലോകമഹായുദ്ധം വരെ നമുക്ക് ഈ മാധ്യമങ്ങൾ തന്നെ എടുത്ത ചില തത്വങ്ങൾ, നിയന്ത്രണങ്ങൾ, സ്വയം നിയന്ത്രണങ്ങൾ, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ യുദ്ധത്തിൻ്റെ രീതി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. പഴയ യുദ്ധമല്ല. ജനറൽ വെസ്റ്റ്മോർലാൻഡും അങ്ങനെയുള്ളവരൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ യുദ്ധരീതികൾ മാറിയിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എവിടെയോ സ്വകാര്യതയിൽ മറഞ്ഞിരുന്ന സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലൂടെ, പണ്ട് അർജുനനും കർണനും നേരിട്ട് നിന്നാണ് അമ്പ് വിട്ടത്. ഇപ്പോൾ നെതന്യാഹുവും ആയത്തുള്ളയും നേരിട്ടല്ല നിൽക്കുന്നത്. രണ്ടുപേരും എവിടെയോ ഇരിക്കുകയാണ്, പക്ഷേ മിസൈലുകൾ തൊടുക്കുകയാണ്. ഇത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല. രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങുന്നത് പോളണ്ടിൽ നിന്ന് ചെക്കോസ്ലോവാക്കിയ വഴി ഹിറ്റ്ലറുടെ ആയിരക്കണക്കിന് യുദ്ധ ടാങ്കുകൾ രഹസ്യമായി ഒരു നീക്കം, വഴികളെ ടെർപോളിനിട്ട് മറച്ചിട്ടുണ്ട്. ആർക്കും ഒന്നും കാണാൻ, അവിടെ എന്താ സംഭവിക്കുന്നത് കാണാൻ കഴിയില്ല. പക്ഷെ അന്ന് ഒരു ബ്രിട്ടീഷ് പത്രപ്രവർത്തക, ഒരു കൊച്ചു പെൺകുട്ടിയാണ്, ജോലിക്ക് കയറിയിട്ട് ഒരാഴ്ച തികഞ്ഞിട്ടില്ല. പക്ഷെ ആ കുട്ടി ആ ബോർഡറിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറിൽ ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി കാർ ഓടിച്ച് പോയപ്പോഴാണ് ഈ കാറ്റിൽ ഈ ടെർപോളിൻ ഒന്ന് ഇളകി. ആ വിടവിലൂടെയാണ് ആ കുട്ടി കണ്ടത് ഇങ്ങനെ ടാങ്കുകളുടെ അസാമാന്യമായ നീക്കം, സിനിമയിലൊക്കെ കാണുന്ന പോലെ. പക്ഷെ ആ കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലായി ഇതാണ് ഈ ലോകയുദ്ധം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. ആ കുട്ടി അവിടെ നിന്ന് അയച്ച കേബിൾ ലണ്ടനിൽ ഉള്ള എഡിറ്റർ, അയാൾക്കും കാര്യം മനസ്സിലായി. അപ്പോൾ രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങി എന്ന വാർത്ത ഡെയിലി ടെലഗ്രാഫ് മറ്റുമാണ് തോന്നുന്നു പത്രത്തിൽ വന്നപ്പോൾ അത് ഇന്നും 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സ്കൂപ്പ് ആയി മാറി. അന്നത്തെ ആ പെൺകുട്ടി അറിയപ്പെടുന്ന യുദ്ധകാര്യ ലേഖികയൊക്കെയായി വാർ കറസ്പോണ്ടൻ്റ് ഹോങ്കോങ്ങിലായിരുന്നു. അവസാനം 2-3 വർഷം മുമ്പ് 100 വയസ്സ് തികച്ച് 100ാമത്തെ വയസ്സിൽ മുത്തശ്ശിയായി മരിച്ചു. അപ്പോൾ അതൊക്കെ അന്നത്തെ രീതികൾ അതൊക്കെയായിരുന്നു. ഇന്നിപ്പോൾ എപ്പോഴാണ് യുദ്ധം തുടങ്ങാൻ പോകുന്നത് കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ മാധ്യമ പ്രവർത്തനത്തിൽ അതിന് ശേഷം വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദൃശ്യമാധ്യമങ്ങൾ, ന്യൂ മീഡിയ, ഇതെല്ലാം ചേർത്ത് നമുക്കൊരു യുദ്ധം നമ്മെ നേരിട്ട് കാണിക്കുകയാണ്. രണ്ടാം പോയത് നമ്മൾ നേരിട്ട് കണ്ടില്ലല്ലോ, പത്രങ്ങളിൽ പടം വരുമ്പോഴേ കാണുള്ളൂ. ഇപ്പോൾ ബാഗ്ദാദിൽ അമേരിക്കയുടെ ആക്രമണം, ബോംബിങ് നടന്ന രാത്രി എല്ലാവരും ഒഴിഞ്ഞുപോയി ബാഗ്ദാദ്. അവിടെ CNN കറസ്പോണ്ടൻ്റ് പീറ്റർ ആർനെറ്റും കഴിഞ്ഞ മാസം മരിച്ചു. ബെർണാഡ് ഷാ എന്ന ക്യാമറാമാൻ, അവരാണ് ആ രാത്രിയിൽ അവിടെ തങ്ങി. ഈ ആകാശത്ത് നിന്ന് ബോംബ് വീണ് പൊട്ടുന്നത്, ഈ തൃശ്ശൂർ പൂരം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ലാഘവത്തോടെ റിപ്പോർട്ട് ചെയ്ത് പീറ്റർ ആർനെറ്റിൻ്റെ റണ്ണിങ് കമൻട്രി. അതങ്ങനെയാണ് യുദ്ധം നമ്മുടെ സ്വകാര്യ മുറികളിലേക്ക് എത്തിയത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ മുറിയിലിരുന്ന് കാണുകയല്ലേ എന്താ യുദ്ധം എന്നുള്ളത്. അപ്പോൾ അത്രയും മാറ്റം യുദ്ധരംഗത്ത് സംഭവിച്ചു. അതേപോലെ മാറ്റം റിപ്പോർട്ടിങ്ങിലും സംഭവിക്കണം. അപ്പം എൻ്റെ തുടക്കത്തിൽ കുറേയൊക്കെ ആവേശം കാണും. പക്ഷെ ഇവരൊക്കെ പറയുന്നത് പോലെയുള്ള വലിയ അപാകതയൊന്നും ഞാൻ നമ്മുടെ ടെലിവിഷൻ ചാനലുകളിൽ ഈ വിഷയത്തിൽ കണ്ടതുമില്ല. ഇൻഫർമേറ്റീവായി അവർ കാര്യങ്ങൾ പറയുകയാണ്. വളരെ ക്ലേശിച്ച് തന്നെയാണ് അവർക്ക് പഠിച്ച് പറയുന്നത്. അത്ര നിസ്സാര കാര്യമല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്താലും കുറേ പേര് വിമർശിക്കുക, നമ്മുടെ ചാനലുകൾ കൊണ്ടാണ് യുദ്ധം ഉണ്ടാകുന്നത് ഒടുവിൽ പറയും. എനിക്കതിനോട് യോജിപ്പില്ല. അതുകൊണ്ടാണ് അതിനർത്ഥം സ്വയം ഇതൊക്കെ ഈ തത്വങ്ങൾ, മെത്തേഡ്, കോഡ് ഓഫ് കോണ്ടക്റ്റ് ഇതൊക്കെ ഇവോൾവ് ചെയ്ത് വരും. ചാനലുകൾക്കും ബുദ്ധിയുള്ളവരാണല്ലോ, അത് ഇവോൾവ് ചെയ്ത് വരും. അതിനപ്പുറത്തേക്കുള്ള ഈ ആരോപണങ്ങൾ നമ്മുടെ ചാനലുകൾക്കെതിരെ ഉന്നയിക്കാൻ ഞാനിപ്പോൾ തയ്യാറില്ല.
സാർ ഇപ്പോൾ നമ്മളുടെ ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ റൂൾ ബേസ്ഡ് സൊസൈറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ ഭരണാധികാരിയെ ഒരു സൊസൈറ്റിയിൽ ഒരു ഭരണാധികാരിയെ അവിടെ ചെന്ന് ചില കാരണങ്ങൾ പറഞ്ഞ് കൊലപ്പെടുത്തുക, തടവിലാക്കുക എന്നുള്ളതാണ് അമേരിക്ക കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇസ്രായേലും അമേരിക്കയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യൻസിന് പോപ്പ് എന്ന പോലെയാണ് മുസ്ലിംസിന് ആത്മീയ നേതാവ് ഖമേനി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മരണം, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ മരണം, ചരിത്രം ഏത് രീതിയിലായിരിക്കും അമേരിക്കയ്ക്കും ഇസ്രായേലിനും മറുപടി കൊടുക്കുക? അതിന് നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. ഇത് തത്വങ്ങളൊക്കെ നമുക്ക് പറയാം, പക്ഷെ അധികാരം, അമിതമായ അധികാരം ഏകാധിപത്യത്തിലേക്ക് വഴി തുറക്കും. ആ ഏകാധിപതികളുടെ പ്രവർത്തന രീതി ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പണ്ടും. ഇപ്പോൾ നീറോ ചക്രവർത്തിക്ക്, അല്ലെങ്കിൽ നീറോയ്ക്ക്, ബാലനായ നീറോയ്ക്ക് റോമൻ ചക്രവർത്തിയുടെ പിന്തുടർച്ച ഉറപ്പാക്കി കൊടുത്തത്, അവിഹിതമായ മാർഗത്തിലൂടെ ഉറപ്പാക്കി കൊടുത്തത് അയാളുടെ അമ്മ തന്നെയാണ്. ആ അമ്മയെ തന്നെ അയാൾ വിഷം കൊടുത്തു വന്നു. പിന്നെ ഈ അധികാരത്തിൻ്റെ ആ ഒരു ആസക്തി നമുക്ക് കയറിക്കഴിഞ്ഞാൽ ഇത്തരം ചിന്തകളൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളിതൊക്കെ ചെയ്യുന്നു. എന്നെ സംബന്ധിച്ച് എനിക്കൊരു മനപ്രയാസം ഉണ്ടാക്കിയിട്ടുള്ള പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഏറ്റവും ആദ്യത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് 1956 ഞാൻ സ്കൂളിൽ പഠിക്കുകയാണ്. ഹംഗറിയിലേക്ക് സോവിയറ്റ് ടാങ്കുകളുടെ, അന്നാണ് ഈ ടാങ്കുകളുടെയൊക്കെ ചരിത്രം അറിയുന്നത്. ടാങ്കുകൾ ഇരച്ചു കയറി ഇമ്രി നാഗിയെ അധികാരഭ്രഷ്ടനാക്കി. സോവിയറ്റ് അനുകൂല ജോനാസ് കാദർ, അന്ന് സ്കൂളിൽ പഠിച്ചപ്പോൾ വായിച്ച ഓർമ്മയെന്ന് പറയുന്നതാണ് പത്രം. അവിടെ തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഇതെല്ലാം സംഭവിക്കുന്ന എല്ലായിടത്തും. വിയറ്റ്നാം യുദ്ധം നടന്നപ്പോൾ 20 വർഷം നീണ്ടുനിന്ന യുദ്ധമാണെങ്കിലും ഹോച്ചിമിനെതിരെ, ഹോച്ചിമിനെ തട്ടിക്കൊണ്ടുപോകാനോ കൊല്ലാനോ അമേരിക്ക ശ്രമിച്ചിട്ടില്ല. അതൊരു എക്സെപ്ഷനാണ്. ഇന്ത്യയിൽ മഹാത്മാഗാന്ധിക്കെതിരെ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിനെതിരെ ബ്രിട്ടൻ ഒന്നും ചെയ്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അവരെ ജയിലിൽ പിടിച്ചിടും എന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാം. അവിടെ ഒരു ധർമ്മമൊന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, കുറേ കഴിയുമ്പോൾ നമ്മളിതൊക്കെ മറക്കും. സദ്ദാം ഹുസൈനെ കൊലപ്പെടുത്തിയതിന് ആരാ പകരം ചോദിച്ചത്? ഇറാഖ് പോലും അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ലിബിയയിൽ മുഅമ്മർ ഗദ്ദാഫി എത്ര ഹീനമായിട്ടാണ് കൊലപ്പെടുത്തിയത്? അറബ് വസന്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആർക്കെങ്കിലും പ്രശ്നമുണ്ട്? അല്ലെങ്കിൽ അങ്ങനെ മുജീബുർ റഹ്മാൻ, അങ്ങനെ എത്രയോ പേരുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കും. അതങ്ങനെ ഈ ആഭ്യന്തരമായി നടക്കുന്ന അസാസിനേഷനുണ്ട്. ഇന്ത്യയിൽ നമുക്ക് ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, അതൊക്കെ നമ്മുടെ നാട്ടിൽ, ഇപ്പോൾ ശ്രീലങ്കയുടെ പുലികളുടെയൊക്കെ ഇവിടെ പക്ഷേ ഉണ്ടായി കാണുമായിരിക്കാം. അല്ലെങ്കിൽ എന്നാലും അത് നമ്മുടെ നാട്ടിൽ നടന്ന ഒരു വിദേശ രാജ്യത്തിന് എന്ത് കാര്യം അത്? നമ്മൾ ഈ രാഷ്ട്രങ്ങളുടെ പരമാധികാരം, ജനതകളുടെ സ്വയം നിർണയാവകാശം എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രതന്ത്ര തത്വങ്ങളാണ്. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അതൊക്കെ സംഭവിച്ചിരിക്കുന്നു. നാളെ ഇതെല്ലാം മറക്കും ഒരുപക്ഷെ. പക്ഷേ ഞാൻ പറയുമ്പോൾ എനിക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നത്, മറ്റ് പലയിടത്തും പ്രശ്നങ്ങൾ രാഷ്ട്രീയമായി തീരും, രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ. ഈ മുസ്ലിങ്ങളും അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം അത് തീരില്ല. കാരണം അതിന് തടസ്സം ഈ വേദപുസ്തകമാണ്. ഈ വൈരം അന്ന് തുടങ്ങിയതല്ലേ പഴയ നിയമത്തിൽ. അത് അവസാനിക്കില്ല. വേദപുസ്തകം നമുക്ക് തിരുത്താൻ കഴിയില്ലല്ലോ. അപ്പോൾ ആ വേദപുസ്തകം വായിച്ച് വളർന്നു വരുന്നവരാണ്, അല്ലെങ്കിൽ ഈ സെമിറ്റിക് മതങ്ങൾ, അതാണല്ലോ ഈ ജൂതമതവും ഇസ്ലാം മതവും. ആ സെമിറ്റിക് മതങ്ങളുടെ, ക്രിസ്ത്യാനികളുൾപ്പെടെ സെമിറ്റിക് മതങ്ങളുടെ പൂർവ്വപിതാവാണ് അബ്രഹാം. ആ അബ്രഹാമിൻ്റെ വംശാവലി അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ ജീവിതം, അതാണ് ഈ 3 കൂട്ടരും പഠിക്കുന്നത്. ഒരു കൂട്ടർ ഖുർആൻ എന്ന പേരിലും, മറ്റൊരു കൂട്ടർ ബൈബിൾ എന്ന പേരിലും, വേറൊരു കൂട്ടർ ഈ പഴയ നിയമം എന്ന പേരിലും ഒക്കെ പഠിക്കുന്നത്. അവിടെ ഉള്ളത് പ്രശ്നമൊന്നുമല്ല. ഇത് ഈ പകരം പ്രതികാരം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ പ്രതികാരം എനിക്ക് തോന്നുന്നു ലോകാവസാനം വരെ നിലനിൽക്കും. മനുഷ്യനുള്ളിടത്തോളം കാലം. നമുക്കിവിടെ ഇരുന്ന് സമാധാനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാം. പക്ഷെ അവിടെ അങ്ങനെയല്ല. ഏതായാലും താങ്ക് യു സർ. താങ്ക്സ് വെരി മച്ച്.